ഹേ ഗൈസ്, അപ്പോൾ ഇതിപ്പോൾ ഇന്ന് നമ്മൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാലിക്കറ്റ് ഐസിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ MCSന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഒരു 25 വെറൈറ്റി ആക്ടിവിറ്റി ചെയ്യാൻ പോണ്. അതും നമ്മുടെ ഈ ഐസിയുടെ ചുറ്റുപാടിൽ ഉള്ള സ്ഥലങ്ങളിൽ എല്ലാം വിസിറ്റ് ചെയ്ത് സെറ്റാക്കും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഈ 25ാമത്തെ ആക്ടിവിറ്റിയിൽ 17ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് സംതിങ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു സെൽഫി എടുക്കണം. ഇതാണ് നമ്മുടെ ടീം മെമ്പേഴ്സ്. നമ്മൾ 7 പേരുണ്ട്. അപ്പോൾ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഇതാ ഇവിടെ ഒരു വെച്ചിട്ട് ഒരു സെൽഫി. സ്മൈൽ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത ടാസ്കിലേക്ക് എത്തിയിരിക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ സിംഗ് ലവ് പോയം ടു അൺനോൺ പേഴ്സൺ ആണ്. ലവില്ലേ പാടിക്കോ. അഭിനന്ദ് കമോൺ. എന്താടാ ഇത്, രാവിലെ അത് ഒളിപ്പിച്ചു തുടങ്ങി. ഗൈസ്, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒരു അൺനോൺ പീപ്പിളിൻ്റെ വീട്ടിൽ പോയിട്ട് കാറ് കഴുകാനുള്ളൊരു ഗൈസ്. അപ്പോൾ ഈ വീട്ടിൽ നമുക്കൊരു ചെറിയ ഹോപ്പ് ഉണ്ട്. നല്ല മനസ്സായതുകൊണ്ട് ആള് വണ്ടി കഴുകാൻ വേണ്ടി വണ്ടി പുറകോട്ട് എടുത്ത് നിർത്തി തന്നു നമുക്ക് വേണ്ടി. ആ നല്ല മനസ്സ് ആരും കാണാതെ പോകരുത്. അപ്പോൾ നമ്മൾ ശരിക്കും അവിടെ നൽകുമ്പോൾ ബിഗർ ഓഫ് ഡോഗിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ബിഗർ ഓഫ് ഡോഗ് അല്ല, കാരണം ഡോഗ് ഭയങ്കര പാവം. ഇതെന്താണെന്ന് അവർ തീരുമാനിച്ചിട്ട് ബോർഡ് മാത്രം വെച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാർക്സൺ സീംസ് ടു ബി എ ബിഗ് ചൈൽഡ്. സോ നൈസ്. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കാർ കഴുകിയിരിക്കുന്നു. മാർക്സണ് ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത ടാസ്കിലേക്ക് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പാർക്കിങ്ങിൽ വന്നിട്ടുണ്ട്. അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ബ്ലൂ കാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്നാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഗോകുലം മാളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് മോളിലേക്ക് എത്തി. ഇപ്പം നമ്മളൊരു ടാസ്ക്കാണ് സംഭവം. ഈ പ്രതിമയുടെ കൂടെ നമ്മളും ഒരു പ്രതിമയെ നിന്നിട്ട് ഒരു ഫോട്ടോ, അതായത് ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു ടാസ്കിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനോൺ പേഴ്സൺ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് അയാളുടെ പേര് രഞ്ജിത്ത് ആവണം എന്നൊന്ന് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. നീ എന്താ ഇവിടെ? നിനക്കെന്താ കോങ്കണ്ണം പിടിച്ചോ? ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീയല്ല, അവൻ എങ്ങനെ ഇവിടെ? ലോ ലവൻ. ഒരു രഞ്ജിത്തിനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. നമുക്ക് രഞ്ജിത്തിനെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ പോവാണ്. അതേപോലെ ഒരു ID പ്രൂഫ്. എവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യല്ലേ? രഞ്ജിത്ത്. പീസ് ബ്രോ. നമ്മുടെ അടുത്ത ടാസ്ക് ആയിരുന്നു ഒരു കൊച്ചിനെ കൊണ്ട് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പാടിപ്പിക്കണമെന്ന്. പക്ഷെ അത് നടന്നില്ല. അത് ആ കുട്ടി ഇത്തിരി ഷൈ ടൈപ്പ് ആയിരുന്നു, അതായത് നടന്നില്ല. എന്താണ് നാണാണോ? Little star, how I wonder what you are. And above the window sky,
Like a diamond in the sky. Hey. എന്താ പേരെന്താണ്? ഓക്കെ. എന്നാ അടുത്താളും പാടിക്കോളൂ. ഏതാണ്? Lying on the floor, make the place into അതെ, ഡാൻസ് ആണോ? ഡാൻസ് മൂവ് ആണോ അത്? ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത ടാസ്ക് മിറർ സെൽഫിയാണ്. പക്ഷെ മിറർ ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ എലിവേറ്ററിന്റെ ആ ഒരു പോർഷനില്ലേ, ഈ പോർഷൻ അവിടെ നിന്ന് എടുക്കാൻ പോകണം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ബേസ്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരിനെ ഹെൽപ്പ് ചെയ്തില്ലേ മേലെ, അവരുടെ തിങ്സ് നമ്മൾ കാറിലേക്ക് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തിങ്സുമായിട്ട് നമ്മൾ ബേസ്മെൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് 320 to 350 പേജസ് ഉള്ള ബുക്ക്, അതിൻ്റെ കൂടെ നമ്മൾ കൈ പിടിച്ചിട്ട് ഒരു സെൽഫി എടുക്കണം. അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബുക്ക് സ്റ്റോഴ്സ് ക്രോസ് വേർഡ് എന്ന് പറയുന്ന ഗോകുലം മാളിലുള്ള ഒരു സംഭവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ സെർച്ചിങ് ഫോർ ദ ബുക്ക് 320 to 350 പേജസ് ഉള്ള. ഏതാ ബുക്ക് ഏതാണ്? അതിൽ എത്ര പേജാ ഉള്ളത്? കറക്റ്റ് 343. ഗൈസ്, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമ്മളിങ്ങനെ ആക്ടിവിറ്റി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി ആയിട്ട് ഒരു അൺനോൺ പേഴ്സൻ്റെ അടുത്ത് പോയിട്ട് 4 പേര് ഒരു ടീമായിട്ട് YMCS അങ്ങനെ ഒരു സിമ്പിളായിട്ട് മാറണം. ഒന്ന് ട്രൈ ചെയ്യേ. പാടുപടും. സെറ്റ് അവര് മെയിൻ സെറ്റ്. നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. റെഡി? നമ്മൾ പാടും. വൈ വെക്കി. ജസ്റ്റ് വൈ വെക്കി. എം സി ദാ എ. അടുത്ത ടാസ്ക് നമ്മൾ എന്താണ്, ഇടിഞ്ഞ ഒരു സ്ഥലത്ത് സെൽഫി എടുക്കണം. അപ്പൊ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിഫ്റ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് ഇനിയിപ്പോൾ ഒരു സെൽഫിയും കൂടി എടുത്തിട്ട് നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ടാസ്ക് ഒക്കെ നമുക്ക് ഇങ്ങനെ വരുന്ന വഴിക്ക് ഡീൽ ചെയ്യാം. ഇത് മീനാണ് ഗൈസ്, മീനാണ്. ഇത് ഫൈറ്റർ ജെറ്റാണ് ഗൈസ്. അതെ, അത് ഫൈറ്റർ ജെറ്റാണ് ഗൈസ്. ഇത് വടിയാണ് ഗൈസ്. നമ്മൾ ആകാശം എളുപ്പപ്പണി വടിയാക്കി. അവന് ഇവള് വേറെന്തോ ട്രൈ ചെയ്യുന്നുണ്ട്. എന്താ സംഭവം അറിയാത്ത കാരണം. അതൊരു ഡോൾ. കൈ 2 എണ്ണം, ഒന്ന് വലുത് ഒന്ന് ചെറുത്, പാവാടയുള്ള ഒരു ഡോൾ. മാനുഫാക്ചർ ഡിഫക്റ്റ് ആണ്. അതെ. ജോസിന് എന്തായിരുന്നു? ജോസിന് യൂട്യൂബ് നോക്കി പഠിച്ചു വരുന്നേ ഉള്ളൂ ഗൈസ്.
ഒന്ന് ചെയ്ത് കാണിച്ചു തരുമോ? மூமெண்ட் என்ற பேரில் முட்டி செத்து போன மாதிரி ஆடிட்டு இருக்கானுங்க. மூமெண்ட் எப்படி இருக்கணும் தெரியுமா? மேன்லியாக இருக்கணும். ஒரு மூமெண்ட்டை போடுறா ஆடி. ரொம்ப நாள் ஆச்சு. இன்னும் தலையை வெட்டின ஆடு மாதிரி துடிச்சிட்டு இருக்கிறான். അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മരത്തിൻ്റെ ഷേപ്പിൽ തന്നെ നിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന മരമാണ് ഈ മരം. ഈ മരമല്ല, അതിൻ്റെ അപ്പുറത്ത് ബാക്കിൽ കാണുന്ന മരം. ദുബൈയുടെ ഇമ്പാക്ട് ചാലഞ്ച് ചെയ്യാൻ ഇന്ത്യൻ യുവനിര. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ടാസ്ക് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതായിരിക്കും നമ്മുടെ കൺക്ലൂഷൻ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാസ്ക് ഒക്കെ അതിമനോഹരമായി നമ്മൾ ചെയ്തില്ലേ അല്ലേ? അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ടീം 5 ആണ്. ആൻഡ് വി ആർ കൺക്ലൂഡിങ് ഹിയർ. വി ആർ ഡൺ ഫോർ ദിസ് ഡേ.